എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏടുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട അവിശ്വസനീയവും അതിലുപരി ആവേശകരവുമായ ഒരു അധ്യായത്തിനാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം 5ാം T20ക്ക് ശേഷം സാക്ഷ്യം വഹിച്ചത്. ചില ഇന്നിംഗ്സുകൾ മത്സരങ്ങൾ ജയിപ്പിക്കാറുണ്ട്, എന്നാൽ ചിലതാകട്ടെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതാറുണ്ട്. അത്തരമൊരു വിസ്മയമായിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. വെറും 42 പന്തുകൾ കൊണ്ട് ഒരു ഇന്ത്യൻ താരം സെഞ്ചുറി അടിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്യാപ്റ്റൻ കൂൾ MS ധോണിയും ഭൂം അഫ്രീദിയും ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുമെല്ലാം ഒരുപോലെ നമ്മുടെ യുവതാരങ്ങൾക്ക് മുന്നിൽ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന കാഴ്ച. അതെ, മത്സരത്തിൽ ഇഷാൻ കിഷൻ ന്യൂസിലൻഡ് ബൌളർമാരെ വെറുതെ നേരിടുകയായിരുന്നില്ല, മറിച്ച് റെക്കോർഡ് ബുക്കിലെ താളുകൾ കീറിയെറിഞ്ഞ് കാറ്റിൽ പറത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. ന്യൂസിലൻഡിനെതിരായ 4ാം T20 മത്സരത്തിൽ ഓപ്പണർമാർ വേഗത്തിൽ കൂടാരം കയറിയപ്പോൾ ഇന്ത്യ പതറുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെ സെറ്റായി ഇറങ്ങിയവനെ പോലെ ഇഷാൻ കിഷൻ ക്രീസിലെത്തിയത് ഒരു കൊടുങ്കാറ്റായാണ്. കിവീസ് ക്യാപ്റ്റൻ സാന്നറുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയിച്ച ആ ഇന്നിംഗ്സിൽ ഇഷാൻ അടിച്ചുകൂട്ടിയത് റൺസ് മാത്രമല്ല, വരും കാലങ്ങളിൽ തകർക്കാൻ പ്രയാസമുള്ള 7 മഹാ റെക്കോർഡുകൾ കൂടിയാണ്. ഫീൽഡിംഗ് നിയന്ത്രണങ്ങളില്ലാത്ത മിഡിൽ ഓവറുകളിൽ പോലും 230 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. 43 പന്തിൽ 103 റൺസ്. രോഹിത് ശർമ്മയുടെ ചരിത്രപ്രസിദ്ധമായ 35 പന്തിലെ സെഞ്ചുറിക്ക് തൊട്ടരികിൽ വരെ ഇഷാനെത്തി. 42 പന്തിൽ സെഞ്ചുറി തികച്ചപ്പോൾ അദ്ദേഹം പിന്നിലാക്കിയത് KL രാഹുലിനെ പോലെയുള്ള വമ്പന്മാരെയാണ്. ലോക്കി ഫെർഗൂസന്റെ തീ പാറുന്ന പന്താവട്ടെ, സാന്നറുടെ സ്പിൻ തന്ത്രങ്ങളാവട്ടെ, ഇഷാന്റെ ബാറ്റിനു മുന്നിൽ എല്ലാറ്റിനും ഒരേ മറുപടിയായിരുന്നു. 42ാം പന്തിൽ അദ്ദേഹം 3 അക്കം തികച്ചപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. സാധാരണയായി T20യിൽ 7 മുതൽ 15 വരെയുള്ള ഓവറുകളിൽ ടീമുകൾ 40-50 റൺസ് എടുക്കുമ്പോൾ ഇന്നലെ ഇന്ത്യ അടിച്ചുകൂട്ടിയത് 84 റൺസാണ്. അതിൽ സിംഹഭാഗവും ഇഷാന്റെ സംഭാവനയായിരുന്നു. 30 വാര സർക്കിളിന് മുകളിലൂടെ ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കി കവർ പോയിന്റിലൂടെയും മിഡ് വിക്കറ്റിലൂടെയും പാഞ്ഞ ഷോട്ടുകൾ കിവീസ് ബൌളർമാരുടെ ഉറക്കം കെടുത്തി. ഇഷാന്റെ ബാറ്റിൽ നിന്നും പിറന്നത് 7 ഗഗനചാരികളാണ്. ഇതിൽ മാറ്റ് ഹെൻറി എറിഞ്ഞ 150 കിലോമീറ്റർ വേഗതയുള്ള പന്തിനെ അതിന്റെ വേഗത മാത്രം ഉപയോഗിച്ച് തേർഡ് മാനിലൂടെ ഫ്ലിക്ക് ചെയ്ത് ഗാലറിയിൽ എത്തിച്ച ആ ഷോട്ട് യുവരാജ് സിംഗിന്റെ മാസ്മരിക ടച്ചിനെ ഓർമ്മിപ്പിച്ചു. ഇഷ് സോദിക്കെതിരെ ക്രീസ് വിട്ടിറങ്ങി സൈഡ് സ്ക്രീനിലേക്ക് പായിച്ച ഷോട്ട് കണ്ട് കണ്ണു തള്ളിപ്പോരവരിൽ സാക്ഷാൽ ഗ്ലെൻ മാക്സ്വെൽ പോലുമുണ്ട്. സൂര്യകുമാർ യാദവിനൊപ്പം ചേർന്ന് ഇഷാൻ പടുത്തുയർത്തിയ 100 റൺസിന്റെ അതിവേഗ കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറയിട്ടത്. ഇരുവരും ചേർന്ന് നടത്തിയ റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് മികച്ചതായിരുന്നെങ്കിലും അതിന്റെ ആവശ്യം അധികം വന്നില്ല, കാരണം ഭൂരിഭാഗം റൺസും ബൗണ്ടറികളിലൂടെയാണ് ഒഴുകിയത്. ഈ വിസ്മയ പ്രകടനം കണ്ട് ലോകത്തുള്ള ഇതിഹാസങ്ങൾ വാ പൊളിച്ചുപോയി എന്നതാണ് സത്യം. ഞാൻ ഒരുപാട് പേർ പന്തടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇഷാൻ കളിക്കുന്ന ആ ഫിയർലെസ് ഉണ്ടല്ലോ, അതാണ് അവനെ സ്പെഷ്യലാക്കുന്നത്. 42 പന്തിൽ 103 റൺസ് അടിക്കാൻ കഴിവ് മാത്രം പോരാ, നല്ലൊരു ചങ്കൂറ്റം കൂടി വേണം എന്നായിരുന്നു സാക്ഷാൽ ധോണിയുടെ പ്രതികരണം. പാകിസ്ഥാൻ ഇതിഹാസം ഷാഹിദ് അഫ്രീദി പറഞ്ഞത്, ഈ പയ്യൻ എന്നെക്കാളും അപകടകാരിയാണ്. ഞാൻ 37 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവന്റെ ബാറ്റ് സ്വിംഗും 8 സിക്സറുകളും അവിശ്വസനീയമാണ്. ഇവൻ ലോക ക്രിക്കറ്റ് ഭരിക്കുമെന്നാണ്. എന്റെയും രാഹുലിന്റെയും റെക്കോർഡുകൾ അപകടത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ അതൊരു ഇന്ത്യക്കാരൻ തന്നെ തകർക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ് രോഹിത് ശർമ്മ ഇഷാനെ അഭിനന്ദിച്ചപ്പോൾ ഇഷാൻ സോദിയെ പോലൊരു ബൌളറെ തകർത്തെറിഞ്ഞ ഇഷാൻ ലോകകപ്പിൽ ഇന്ത്യയുടെ വജ്രായുധമാകുമെന്ന് മാക്സ്വെൽ പ്രവചിച്ചു. എന്തായാലും ഇഷാൻ കിഷന്റെ ഈ ഇന്നിംഗ്സ് വെറും ഒരു വെടിക്കെട്ടല്ല, ഇതൊരു അറിയിപ്പാണ്. 160-170 റൺസിൽ സംതൃപ്തി കണ്ടെത്തുന്ന പഴയ ഇന്ത്യയല്ല ഇത്. 250 റൺസ് ടാർഗറ്റ് വയ്ക്കുകയും 150 റൺസ് 10 ഓവറിൽ ചേസ് ചെയ്യുകയും ചെയ്യുന്ന പുതിയ ഇന്ത്യയാണിത്. തിരുവനന്തപുരത്ത് ഇഷാൻ കൊളുത്തിയ ഈ തീപ്പൊരി ലോകം മുഴുവൻ പടരുമെന്ന് ഉറപ്പാണ്. 43 പന്തുകൾ, 103 റൺസ്, 7 സിക്സറുകൾ. ഈ സ്കോർ കാർഡ് ഫ്രെയിം ചെയ്തു വയ്ക്കാൻ പാകത്തിനുള്ളതാണ്. ഇഷാൻ കിഷനെ പോലൊരു താരം നമ്മുടെ ടീമിലുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇഷാൻ കിഷൻ ഇതിലും വലിയ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രോഹിത് ശർമ്മയുടെ 35 പന്തിലെ റെക്കോർഡ് ഇഷാൻ തകർക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.